നമ്മുടെ പുതിയ സെഷനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാണ്. നമ്മുടെ രണ്ടാമത്തെ ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അതിൽ രണ്ട് ടോപ്പിക്കാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന് ബെയിൽമെന്റ്, രണ്ട് പ്ലഡ്ജ്. രണ്ട് ചാപ്റ്ററുകളിലായിട്ട് വാട്ട് ഈസ് ബെയിൽമെന്റ് ആൻഡ് വാട്ട് ഈസ് പ്ലഡ്ജ്, ഈ രണ്ട് ടോപ്പിക്ക് നമുക്ക് ഒന്ന് ഓക്കെ. അപ്പൊ ആദ്യം അതിൽ ബെയിൽമെന്റ് എന്താന്ന് ജസ്റ്റ് ഞാനൊന്ന് പറയാണേ, ഒന്ന് ശ്രദ്ധിക്കട്ടെ എല്ലാവരും. വാട്ട് ഈസ് ബെയിൽമെന്റ് അത് മാത്രം ഒന്ന് അതിന്റെ ലോജിക് ഒന്ന് പറയണം, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോട്ട് വെച്ചിട്ട് പറയാം. ഓക്കെ, ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? നോക്കിയേ, ഒരു ബോർഡ് കാണുന്നില്ല എല്ലാവർക്കും? വൈറ്റ് ബോർഡ്. ഓക്കെ, യെസ് യാ. അതായത് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാല് എന്റെ കയ്യിലുള്ള ഒരു വസ്തു, ആ വസ്തു ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് എടുക്കാൻ നമ്മൾ വാടക കൊടുക്കുന്ന ആ പരിപാടി ഒന്നല്ല കേട്ടോ. വാടക കൊടുക്കുക അല്ലെങ്കിൽ റെന്റിന് കൊടുക്കുക, പണയത്തിന് കൊടുക്കുക, അതൊന്നല്ല, അതൊക്കെ വേറെ. ആ ഒരു വസ്തു തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. രണ്ട് പർപ്പസ് ആണ്. ഒന്നുകിൽ ആ വസ്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ കാറ് നോക്കിയേ, ഞാൻ എൻ്റെ കാർ എന്ത് ചെയ്തു, അത് കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ അത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിച്ചു. ഇതെന്റെ കാറാണ് കേട്ടോ. ഞാൻ ആരേൽപ്പിച്ചു? റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യണം? ഞാൻ അത് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചു. അവര് അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് എനിക്കത് തിരിച്ചു തരണം അല്ലെ? ഇതാണ് ഒരു ബെയിൽമെന്റിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇത് ഞാൻ അവർക്ക് വാടക കൊടുക്കുകയെ അല്ലെങ്കിൽ പണയത്തിന് കൊടുക്കുകയോ ഒന്നുമല്ല. ഞാൻ എൻ്റെ കാറ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? അവിടെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് കംപ്ലൈന്റ് ഉണ്ട്, അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു അല്ലെ? അവരതൊക്കെ നോക്കി, അതിന്റെ ടെക്നീഷ്യൻസ് അത് നോക്കിയിട്ട് അവരെന്ത് ചെയ്തു? ആ കാർ എനിക്ക് തിരിച്ചു തരും ചെയ്തു. ഇതൊരു ബെയിൽമെന്റ് കോൺട്രാക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതില് ഞാനാണല്ലോ കൊടുത്ത ആള് അല്ലെ? എന്നെ വിളിക്കുന്ന പേരാണ് ബെയിലർ. ബെയിലർ ആ വർക്ക്ഷോപ്പ് അല്ലെ? ആ വർക്ക്ഷോപ്പ് അവര് വിളിക്കുന്ന പേരാണ് ബെയിലി. ബെയിലർ, ബെയിലി, ഈ രണ്ട് ടേം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാന് കുറച്ച് തുണി വാങ്ങി, എനിക്ക് നല്ലൊരു ഷർട്ട് അടിക്കണം, അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലോത്ത് വാങ്ങി അല്ലെ? കുറച്ച് ക്ലോത്ത് വാങ്ങി. എന്നിട്ട് ഞാൻ ആരെ ഏൽപ്പിച്ചു? ടൈലറെ ഏൽപ്പിച്ചു. ഇതാണ് ടൈലർ കേട്ടോ. ടൈലറെ ഏൽപ്പിച്ചു. ഇവിടെ ടൈലറെ ഡ്യൂട്ടി എന്താ? ചുമ്മാ വാങ്ങിയിട്ട് അവിടെ വെച്ചാൽ പോരാ അല്ലെ? ആ തുണി, ആ ക്ലോത്ത് അദ്ദേഹം സ്വീകരിച്ച് ഞാൻ പറയുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? അദ്ദേഹം അതൊരു ഷർട്ട് ആക്കിയിട്ട് എനിക്ക് തരണം, അല്ലെ? ഒരു ഷർട്ടായിട്ട് കൃത്യമായിട്ട് അടിച്ചു തരണം. അപ്പോ ഞാൻ ക്ലോത്ത് ആരെ കയ്യിൽ കൊടുത്തു? ടൈലറെ കയ്യിൽ കൊടുത്തു. ടൈലർ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഒരു ഷർട്ടായിട്ട് അടിച്ചിട്ട് തിരിച്ച് എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചേൽപ്പിച്ചു അല്ലെ? അപ്പൊ കുറച്ച് സമയത്തേക്ക് ഞാൻ ടൈലറെ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ക്ലോത്ത് ഞാൻ അടിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് കൺവേർട്ട് ചെയ്തിട്ട്, അത് ഒരു ഡ്രസ്സായി കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ തിരിച്ചു തന്നിട്ടുണ്ട്. ഇവിടെയും എന്നെ വിളിക്കുന്ന പേര് എന്താണ്? ടൈലർ വിളിക്കുന്ന പേര് എന്താണ്? ജസ്റ്റ് പറയാൻ, എന്നെ എന്താ വിളിക്കുക? ഞാൻ ക്ലോത്ത് ആർക്ക് കൊടുത്തു? ടൈലർ കൊടുത്തിട്ടുണ്ട്. എന്നെ എന്ത് വിളിക്കും? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, ബെയിലർ എന്ന് വിളിക്കൂ അല്ലെ? ബെയിലർ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടൈലർ എന്താ വിളിക്കുക? ആ ഷർട്ട് തുന്നി തരുന്ന ആൾ എന്താ വിളിക്കുക? യെസ്, വെരി ഗുഡ്, ബെയിലി എന്ന് വിളിക്കും. ബെയിലി എന്ന് വിളിക്കും. ഓക്കെ, ഇതൊക്കെ പൈസക്ക് വേണ്ടിട്ടാ അല്ലെ? അപ്പൊ ഞാൻ ഷർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? അതിന്റെ ഫീസ് എന്താ വെച്ചാൽ കൊടുക്കണം. അതുപോലെ എന്റെ കാർ വർക്ക്ഷോപ്പിൽ കൊടുത്താലും അതിന് ഫീസ് കൊടുക്കേണ്ടി വരും അല്ലെ? ഈ ഫീസ് ഇല്ലാത്ത ബെയിൽമെന്റ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാന് ഒരു ടൂർ പോവാണ്, ഒരാഴ്ചക്ക് ട്രിപ്പ് പോവാണ്. എൻ്റെ വീട്ടിൽ നല്ലൊരു പൂച്ചക്കുട്ടിയുണ്ട്, നല്ല കുറച്ച് പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയുണ്ട്. എന്താ പൂച്ച. ഈ പൂച്ചനെ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ ആരേൽപ്പിക്കുക? എൻ്റെ അയൽവാസിയെ ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒരാഴ്ച ഒരു ട്രിപ്പ് പോവാണ്. അപ്പൊ ഞാൻ വരുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പൂച്ചയെ നോക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അയൽവാസി ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഞാന് എൻ്റെ പൂച്ചയെ ഏൽപ്പിച്ചു. ആരേൽപ്പിച്ചു? എൻ്റെ നെയ്ബറിനെ, എൻ്റെ അയൽവാസി ഏൽപ്പിച്ചു അല്ലെ? ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം എനിക്ക് ആ പൂച്ചയെ തിരിച്ചു തരും ചെയ്തു. ഓക്കെ, ഇവിടെയും എൻ്റെ പേരെന്താ? ബെയിലറാണ്. എൻ്റെ അയൽവാസിയുടെ പേര് ബെയിലിയാണ് അല്ലെ? അദ്ദേഹത്തിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോൾ റെമ്യൂണറേഷൻ കൊടുക്കാം, ഒരാഴ്ചത്തേക്ക് അതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊടുക്കാം, ചിലപ്പോൾ കൊടുക്കാതിരിക്കാം അല്ലെ? രണ്ടുണ്ട്, രണ്ട് ഓപ്ഷനും ഉണ്ട്. ഓക്കെ, എന്തോട്ടെ, എന്തായാലും ഈ ഒരു പ്രോഗ്രാം ബെയിൽമെന്റ് എന്നാണ് ഇതിന് പറയാ അല്ലെ? ഇനി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മള് എക്സാമിന് പോയി, നമ്മളെ പേന നിറം പിടിക്കുന്നില്ല, അപ്പൊ നമ്മളെ സുഹൃത്തിൻ്റെ അടുത്ത് ഒരു പേന വാങ്ങി അല്ലെ?
എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളത് എഴുതും, എഴുതി കഴിഞ്ഞതിന് ശേഷം ആ പേന തിരിച്ചു കൊടുക്കും. ഇതും തന്നെയാണ് ബെയിൽമെന്റ് തന്നെയാണ്. അപ്പൊ ആ പേന തൽക്കാലത്തേക്ക് നമ്മൾ വാങ്ങാണ് അല്ലെ, അതിന് നമ്മൾ ഉപയോഗിച്ച് ആ പേന അവന് തന്നെ തിരിച്ചു കൊടുക്കുന്ന അതും ഒരു ബെയിൽമെന്റ് ആണ്. അപ്പൊ ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ്, ഒരു വസ്തു താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട്, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു ഉദ്ദേശം, പർപ്പസ് അല്ലെ, പർപ്പസ്, ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വസ്തു ഒരാളെ ഏൽപ്പിക്കുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം കേട്ടോ. ഒരു വസ്തു ഒരു പർപ്പസ്, ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരാളിലേക്ക് കൊടുക്കുന്നതിനെ, മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. റെഡി അല്ലേ? കോൺസെപ്റ്റ് റെഡി അല്ലേ? ഓക്കെ, റെഡി? യെസ്. ഇനി നമ്മൾ അതിന്റെ യഥാർത്ഥ നോട്ടിലേക്കും മറ്റും പോവാണ്. ഓക്കെ, റെഡി? ഞാൻ ജസ്റ്റ് ആ കോൺസെപ്റ്റ് മാത്രം കേട്ടോ പറഞ്ഞേ. ഇതാണ് നമ്മുടെ ഒരു ചാപ്റ്റർ. തൽക്കാലം ഒരു PDF നോട്ട് വെച്ചിട്ടാണ്. ആ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് ഞാൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ, ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ അയക്കാത്തത്. അപ്പൊ ജസ്റ്റ് എല്ലാവരും ഈ നോട്ട് നോക്ക്. നോട്ട് കാണുന്നുണ്ടല്ലേ? നോട്ട് എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, റെഡി 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 റെഡി. യെസ്, ഓക്കെ. അപ്പോ ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ്, ഇതാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂള് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതില് ഫസ്റ്റത്തെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് ആണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്. പ്ലഡ്ജ് എന്നുള്ളത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് നോക്കിയേ, സെക്ഷൻ 148 ബെയിൽമെന്റിനെ കുറിച്ച് പറയുന്നുള്ളത്. ഓഫ് കോൺട്രാക്ട് ആക്ട് ഡിഫൈൻ ബെയിൽമെന്റ്. നോക്കിയേ, ബെയിൽമെന്റ് ഇസ് എ ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. നോക്കിയേ, ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഗുഡ്സ് കൊടുക്കുകയാണ്. എന്തിനാ? ഇതാണ് ഇമ്പോർട്ടന്റ്. ഫോർ സം പർപ്പസ് അല്ലെ, എന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ടൈലർക്ക് എന്റെ ക്ലോത്ത് കൊടുത്തത് എന്തിനാ? അവിടെ പർപ്പസ് എന്താ? ഒരു ഡ്രസ്സായിട്ട് അല്ലെ, ഒരു ഷർട്ടായിട്ട് എനിക്ക് അടിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാനൊരു വർക്ക്ഷോപ്പുകാരന് എന്റെ കാറ് കൊടുത്തത് എന്തിനാ? ആ ഒരു കാറ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പോ ഒരു പൂച്ചനെ എന്റെ അയൽവാസി കൊടുത്തെന്തിനാ? ആ പൂച്ചനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, നോക്കിയേ, ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു ഗുഡ്സ് അവർക്ക് ഫോർവേഡ് ചെയ്യണം, മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയാ. when the purpose is accomplished be returned. ഓക്കെ, ആ പർപ്പസ് കഴിഞ്ഞാൽ, ആ പർപ്പസ് അക്കംപ്ലിഷ് ചെയ്താൽ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് അദ്ദേഹം തിരിച്ചു തന്നിരിക്കണം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ അവിടെ പറയൂ കേട്ടോ. ആ പർപ്പസ് കഴിഞ്ഞാൽ ആ ഗുഡ്സ് എന്ത് ചെയ്യണം? അദ്ദേഹം തിരിച്ചു തന്നിരിക്കണം. യെസ്, അങ്ങനെ ഒരു വിഷയം കൂടെ അവിടെ പറയുന്നുണ്ട്. അപ്പോ വീണ്ടും പറയാണ്, എന്താണ് ബെയിൽമെന്റ് നോക്കാം. നമ്മുടെ ഒരു ഗുഡ്സ് അല്ലെ, ഒരു ഗുഡ്സ് ഒരാളെ ഏൽപ്പിക്കാണ്, മറ്റൊരാളെ ഏൽപ്പിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാ? എന്താ അവിടെ പർപ്പസ് എന്ന് പറയുന്നത് അല്ലെ? എന്തെങ്കിലും ഒരു സം പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നു. ആ പർപ്പസ് കഴിഞ്ഞോടുകൂടെ എന്ത് ചെയ്യണം? അദ്ദേഹം ആ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരും ചെയ്യും. ഇതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാണ്, ബെയിൽമെന്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സ് നമ്മൾ കൊടുക്കുകയാണ് ബൈ വൺ പേഴ്സൺ ടു അനദർ. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. എന്തിനാ? ഫോർ സം പർപ്പസ്, ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട്, ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി എപ്പോഴാണ് ആ പർപ്പസ് കംപ്ലീറ്റ് ആവുന്നത്? അതിനുശേഷം എന്ത് ചെയ്യും? അദ്ദേഹം ആ ഒരു ഗുഡ്സ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരും അല്ലെ. ഞാൻ ടൈലർക്ക് ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, അത് ടൈലറിങ് കഴിഞ്ഞാൽ, ആ ഡ്രസ്സ് ഒരു ഷർട്ട് ആക്കി കഴിഞ്ഞാൽ അത് എനിക്ക് തിരിച്ചു തരും. ഞാനൊരു റിപ്പയറിന് വേണ്ടിയിട്ട് കാറ് കൊടുത്തിട്ടുണ്ട്, എന്റെ റിപ്പയർ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ കാറിന്റെ വർക്ക് കഴിഞ്ഞാൽ അവരെ എനിക്ക് തിരിച്ചു തരും. ഓക്കെ, ഇതാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബെയിൽമെന്റ് എന്താന്നുള്ളത്. ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. 2 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന് എസ്സേ ചോദിക്കാറുണ്ട് കേട്ടോ. അത് നമ്മൾ പറയുന്നുണ്ട്. ഡ്യൂട്ടീസ് ഓഫ് ബൈലറും അതുപോലെ തന്നെ റൈറ്റ്സ് ഓഫ് ബൈലറും, ഡ്യൂട്ടീസ് ഓഫ് ബൈലിയും റൈറ്റ്സ് ഓഫ് ബൈലിയും, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്സേ ചോദിക്കാറുണ്ട്, നമുക്ക് പറയാം. ഓക്കെ, എന്താ നോക്കി, ദ പേഴ്സൺ ഹു ഡെലിവേർഡ് ദ ഗുഡ്സ് ഈസ് കോൾഡ് ബൈലർ. ഒക്കെ നോക്ക, ആരാണ് ആ ഗുഡ്സ് കൊടുക്കുന്നത് അദ്ദേഹത്തെ ബൈലർ എന്ന് വിളിക്കും അല്ലെ. അപ്പൊ ഞാൻ ടൈലർ ഷോപ്പിലേക്ക് എന്റെ ക്ലോത്ത് കൊടുത്തു, അപ്പൊ ഞാൻ ബൈലറാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാന് എന്റെ പൂച്ചയെ അല്ലെ നോക്കാൻ വേണ്ടിയിട്ട് അയൽവാസിന്റെ കയ്യിൽ കൊടുത്തു, അപ്പൊ എന്റെ പേര് ബൈലറാണ്. അപ്പൊ ആരാണ് ആ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നത് അല്ലെ, അല്ലെങ്കിൽ ഗുഡ്സിന്റെ യഥാർത്ഥ ഓണർ ആരാണോ അദ്ദേഹത്തെ നമ്മൾ ബൈലർ എന്ന് വിളിക്കും. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദേ ആർ ഡെലിവേർഡ് ഈസ് കോൾഡ് ബൈലി. ആർക്കാണോ നമ്മൾ ആ ഗുഡ്സ് കൊടുത്തത് അല്ലെ. ഇപ്പൊ ഇവിടെ ടൈലർ ഷോപ്പാരെ നമ്മൾ എന്താ വിളിക്കുക? ബൈലി എന്ന് വിളിക്കുക.
അതുപോലെ തന്നെ നമ്മളെ മെക്കാനിക്കിന് എന്താ വിളിക്കുക? ബൈലി എന്നാ വിളിക്കുക. ഓക്കെ, ആർക്കാണോ കൊടുത്തത് അദ്ദേഹത്തെ നമ്മൾ ബൈലി എന്ന് വിളിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ആരാണ് ബൈലർ, ആരാണ് ബൈലി. ഇനി ബെയിൽമെന്റിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. There must be delivery of goods by one person to another for some specific purpose. നമ്മൾ അതിന്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഗുഡ്സ് എന്ത് ചെയ്യാണ്, ഒരാൾ മറ്റൊരാളിലേക്ക് കൈമാറുന്നതിനെയാണ് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റത്തെ പോയിന്റ് തന്നെയാണ് അതിന്റെ ഡെഫിനേഷൻ കേട്ടോ. വാട്ട് ഈസ് ബെയിൽമെന്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഈ ഫസ്റ്റത്തെ പോയിന്റ് ആണ്. ഡെലിവറി മേ ബി ആക്ച്വൽ ഓർ കൺസ്ട്രക്റ്റീവ്. ഇതൊന്ന് ശ്രദ്ധിക്കണേ, ഇത് രണ്ട് രൂപത്തിലുണ്ട് കേട്ടോ. നമ്മൾ ഡെലിവറി ചെയ്യുന്ന പറഞ്ഞല്ലോ, ഒന്നുകിൽ ആക്ച്വൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ്. എന്ത് ഈ ആക്ച്വൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ പൂച്ചനെ കൊടുത്തു, എന്റെ ക്ലോത്ത് കൊടുത്തു അല്ലെ, ഇതൊക്കെ ആക്ച്വൽ ആണ്, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. നേരിട്ട് ഞാൻ എന്ത് ചെയ്യണം, എന്റെ ആ പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. ചിലപ്പോ എന്താണെന്ന് അറിയോ, അത് കൺസ്ട്രക്റ്റീവ് ആവും, അല്ലെങ്കിൽ അതിന് വേറെ ടേം ഉണ്ട്, സിംബോളിക് ആവും. സിംബോളിക്, അതായത് ശ്രദ്ധിച്ചോളേ, ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിനോട് ഒരു കാറ് ചോദിച്ചു. എന്റെ സുഹൃത്തിനോട് ഒരു കാർ അവർക്ക് ഒരു മാസത്തേക്ക് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഓക്കെ, ഞാൻ പോകുന്ന വഴിയിൽ അവന്റെ അടുത്ത് കയറിയിട്ട് എന്റെ കാറിന്റെ കീ കൊടുത്തു, ചാവി കൊടുത്തു. കാറ് കൊടുത്തിട്ടില്ല, കാർ ഇവിടെ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അവനോട് പറഞ്ഞത് ചാവി പിടിച്ചോ, എപ്പോഴാച്ച ഫ്രീ ആവുമ്പോ ആ കാർ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അല്ലെ. അവിടെ ആക്ച്വൽ ആ ഗുഡ്സ് അല്ല കൊടുക്കുന്നത്, പകരം ഒരു സിംബോളിക്കലി ആണ് കൊടുക്കുന്നത് അല്ലെ. ആ കാറ് കൊടുക്കല്ല, പകരം കാറിന്റെ കീ ആണ് കൊടുക്കുന്നത്. യെസ്, അപ്പൊ രണ്ട് രൂപത്തിൽ വരാം. ഒന്നെങ്കിൽ ആക്ച്വൽ ഗുഡ്സ് തന്നെ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ സിംബോളിക്കലി, അതിനാണ് കൺസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത്. ആക്ച്വൽ ഗുഡ്സ് അല്ല കൊടുക്കുക, എന്നാൽ ആ ഗുഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അവനെ ഏൽപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബെയിൽമെന്റ്. അപ്പോൾ ആക്ച്വൽ ആവാം, കൺസ്ട്രക്റ്റീവ് ആവാം. തേർഡ് പോയിന്റ് നോക്കിയേ, ഡെലിവറി ഷുഡ് ബി മെയ്ഡ് ഫോർ സം പർപ്പസ്. അത് ഓൾറെഡി നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഒരു ഗുഡ്സ് കൊടുക്കല്ല, എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ ഒരു ഗുഡ്സ് കൊടുക്കുമ്പോൾ സം പർപ്പസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. Then goods must be returned by the bailey to the bailor. ചുമ്മാ ഗുഡ്സ് കിട്ടിയ ശേഷം അത് അവിടെ വെക്കാൻ പറ്റൂല. നോക്കിയേ, റിട്ടേൺഡ് ബൈ ദ ബൈലർ അല്ലെ. ആ ബൈലർക്ക് ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. വെൻ പർപ്പസ് ഇസ് ഫുൾഫിൽഡ്, ആ പർപ്പസ് കഴിഞ്ഞോടുകൂടെ എന്ത് ചെയ്യണം, അവന് അഥവാ ബെയിലർക്ക് അത് തിരിച്ചു കൊടുത്തിരിക്കണം അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ടൈലർ ഷോപ്പ് കൊടുത്തു, ഡ്രസ്സ് അടിക്കാനാണ്. അപ്പൊ ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. ഓക്കെ, അല്ലെ ഞാനൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തത് ആ കാറ് മെക്കാനിക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ ആ മെക്കാനിക് കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുത്തിരിക്കണം. പർപ്പസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് തിരിച്ചു കൊടുത്തിരിക്കണം. ഇൻ ദ ബെയിൽമെന്റ് ഓണർഷിപ്പ് നോട്ട് ട്രാൻസ്ഫർഡ്. ശ്രദ്ധിച്ചോളെ, ഓണർഷിപ്പ് അവിടെ എന്ത് ചെയ്യൂല, ട്രാൻസ്ഫർ ചെയ്യൂല അല്ലെ. ഇപ്പൊ ഞാൻ കാറ് ശരിയാക്കാൻ അവന് കൊടുത്തത്, അല്ലാണ്ട് കാർ അവനക്ക് കൊടുത്തിട്ടൊന്നുമില്ല, കാർ അവൻ എടുത്തുകൊണ്ടൊന്നുമില്ല അല്ലെ. ജസ്റ്റ് അതിന്റെ ഓണർഷിപ്പ് കൊടുക്കൂല, പകരം ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ. ഇപ്പൊ ക്ലോത്ത് ഞാൻ ടൈലർക്ക് കൊടുത്ത്, ആ ക്ലോത്ത് അവൻ എടുക്കാൻ വേണ്ടി കൊടുക്കല്ല, എന്ത് ചെയ്യാണ്, ആ ക്ലോത്ത് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് തന്നെ തിരിച്ചു തരണം അല്ലെ. ഞാൻ എന്റെ പൂച്ചയെ എന്റെ അയൽവാസി കൊടുത്ത്, ആ പൂച്ചയെ കൊടുത്ത് അവനക്ക് എടുക്കാൻ വേണ്ടി കൊടുത്തതല്ല, ഒരാഴ്ചത്തേക്ക് മാത്രം നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചാണ്. അപ്പൊ ഇവിടെ എന്ത് ട്രാൻസ്ഫർ ചെയ്യൂല, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യില്ല. അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതാണ് ബെയിൽമെന്റിന്റെ ഫീച്ചേഴ്സ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, എസ്സേക്ക് ചോദിക്കുന്ന ഭാഗമാണ് ഡ്യൂട്ടീസ് ഓഫ് ബൈലർ, അതുപോലെ ഡ്യൂട്ടീസ് ഓഫ് ബൈലി. അതേപോലെ തന്നെ മറ്റൊരു ടോപ്പിക് ഉണ്ട്, റൈറ്റ്സ് ഓഫ് ബൈലറും റൈറ്റ്സ് ഓഫ് ബൈലി. ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം സ്ഥിരമായിട്ട് എക്സാമിന് എസ്സേക്ക് ചോദിക്കാറുണ്ട്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ബൈലർ ആൻഡ് ബൈലി, അല്ലെങ്കിൽ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ബൈലർ ആൻഡ് ബൈലി. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫൈനൽ എസ്സേക്ക് ഒരു 10 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അത്ര ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഡ്യൂട്ടീസ് ഓഫ് ബൈലർ, ബൈലർ ഓർമ്മ കാണാറ്, ബൈലർ യഥാർത്ഥത്തിൽ ആ പ്രൊഡക്റ്റിന്റെ ഓണർ അല്ലെ, ഓണർ. ഇപ്പൊ ഞാന് എന്റെ കാറ് ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്, സപ്പോസ് എന്റെ കാറ് ഞാൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ പറയുന്ന പേരാണ് ബൈലർ. ഓക്കെ, അപ്പൊ എന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന്, ടു ഡിസ്ക്ലോസ് നോട്ട് ഡിഫക്ട് ദ ഗുഡ്സ്. ആ ഗുഡ്സിന്റെ ഡിഫക്റ്റ് എന്തൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കണം. ഡിഫക്റ്റുകൾ ഇപ്പൊ ഞാൻ പറയാണ്, എന്റെ കാറിന് ഇന്ന പ്രശ്നമുണ്ട്, എഞ്ചിൻ ഇന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, അവിടെ ഗ്ലാസ്സിൽ ഇന്ന ഇഷ്യൂ ഉണ്ട്, അങ്ങനെ ഓരോ എന്തൊക്കെയാണ് ആ ഡിഫക്റ്റുകൾ, അത് കൃത്യമായിട്ട് ആരോട് പറയണം? ബെയിലിനോട് പറയണം. ഓക്കെ, ഞാൻ എന്ത് ഗുഡ്സ് ആണോ അവിടെ കൊടുക്കുന്നത്, ആ ഗുഡ്സിന്റെ ഡിഫക്റ്റുകളെ, പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കണം. അതെന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ, ഞാൻ ചെയ്തിരിക്കണം. ഞാൻ ഒരു ഡിഫക്റ്റും പറഞ്ഞില്ല, ചുമ്മാ കാർ എടുത്തിട്ട് നിങ്ങളാ ശരിയായിക്കോളി എന്ന് പറഞ്ഞു. അപ്പൊ അവര് ശരിയാക്കി. അപ്പൊ ചില പ്രോബ്ലംസ് അവിടെ ക്ലിയർ ആയിട്ടില്ല, കാറിന്റെ ചില ഇഷ്യൂസ് ക്ലിയർ ആയിട്ടില്ല. എനിക്ക് അവർക്കെതിരെ ഒന്നും പറയാൻ പറ്റൂല. കാരണം എന്ത് ചെയ്യാ, ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല ഇന്നൊക്കെ ഇഷ്യൂസ് ഉണ്ട്, ഇന്ന പ്രശ്നങ്ങളൊക്കെ കാരണമുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല.
അഥവാ ബെയിലർ ആയിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യൂല, എനിക്കത് അവർക്കെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ഇഷ്യൂസ് ബെയിലിയോട് പറഞ്ഞിരിക്കണം. ആര്? ബെയിലർ. രണ്ടാമത് നോക്കിയേ, ടു ബിയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ആര് കൊടുത്തിരിക്കണം? ബെയിലർ കൊടുത്തിരിക്കണം. ഏത് കേസിലറിയോ? നോക്കിയേ, ഗ്രാറ്റുവിറ്റിയസ് എന്നുള്ള ഒരു കേസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ പൂച്ചനെ ഏൽപ്പിച്ചല്ലോ, എന്റെ അയൽവാസിനെ, എന്റെ പൂച്ചനെ ഏൽപ്പിച്ചു. അതിന് ആ പൈസ വാങ്ങുന്നുണ്ടോ? സോറി, പൈസ കൊടുക്കുന്നുണ്ട്? ഞാൻ ഒന്നും കൊടുക്കുന്നില്ല. ഞാനൊരു സൗഹൃദത്തിന്റെ പേരിൽ അവനെ ഏൽപ്പിച്ചതാണ്, അല്ലെ? ഞാൻ ഒരാഴ്ച ഒരു ട്രിപ്പ് പോവാണ്, അപ്പൊ ഈ നോക്കണം എന്ന് പറഞ്ഞാൽ അവനെ ഏൽപ്പിച്ചതാണ്. അപ്പോ ആ പൂച്ചക്ക് വരുന്ന ചെലവുകൾ ആ ഒരാഴ്ചത്തേക്ക് എന്ത് ചെലവ് വരിക? അതിന് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കേണ്ടി വരും, അല്ലെ? അതിന് ചിലപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിനെന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കേണ്ടി വരും, അല്ലെ? അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരുന്ന ചെലവുകളൊക്കെ ആര് കൊടുക്കണം? ബൈലർ കൊടുക്കണം. അത് ബൈലറുടെ ഡ്യൂട്ടിയാണ് കേട്ടോ, അല്ലെ? കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് ആ പ്രോഡക്റ്റ് അയാൾ നോക്കുന്നത്, സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വരുന്ന ചെലവുകളൊക്കെ ആര് വഹിക്കണം? ബൈലർ വഹിച്ചിരിക്കണം. ദെൻ മൂന്നാമത്, ടു ഇൻഡംനിഫൈ ബൈലി. ശ്രദ്ധിച്ചോളി, കറക്റ്റ് ശ്രദ്ധിച്ചോളി. ഇൻഡംനിഫൈ എന്നുള്ള ഈ വാക്ക് നമുക്ക് ഇനിയും പഠിക്കാണ്ട് കേട്ടോ. ഇൻഡംനിഫൈ എന്ന് പറഞ്ഞാൽ നഷ്ടം പരിഹരിക്കുക എന്നാണ്. നമ്മൾ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് മൂലം നമ്മുടെ ബൈലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ നഷ്ടം നമ്മൾ എന്ത് ചെയ്യണം? പരിഹരിച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ എന്റെ പൂച്ചയെ എന്റെ അയൽവാസി ഏൽപ്പിച്ചല്ലോ. ആ പൂച്ച അതിലൂടെ ആകെ ഓടി നടന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ ഒരു ഗ്ലാസ് പാത്രം പൊട്ടിച്ചു, അല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ ടേബിള് ആ പൂച്ച പൊട്ടിച്ചു, സപ്പോസ് വിചാരിച്ചോളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആ ടേബിളിന്റെ ക്യാഷ് ഞാൻ കൊടുക്കണം. കാരണം അല്ലെ, എന്റെ ആ ഒരു പ്രൊഡക്റ്റ് മൂലമാണ് അവർക്ക് നഷ്ടം വന്നിട്ടുള്ളത്. അപ്പൊ ബൈലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ നഷ്ടം പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ബൈലറുടെ ഡ്യൂട്ടിയാണ്, അല്ലെ? ആ പൂച്ചയുടെ കേസ് ആലോചിച്ച് നോക്കുക. ഞാൻ പൂച്ചയെ അവരെ ഒരാഴ്ചത്തേക്ക് നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പൂച്ച അവിടെ കാകെ ഓടി നടന്ന് അവർക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം ആര് പരിഹരിച്ചു കൊടുക്കണം? ഞാന്, അല്ലെ? ദ ബൈലർ ഈസ് റെസ്പോൺസിബിൾ to the baili for any loss which the baili may suffer because of defective title of bailer. ബൈലറുടെ പ്രൊഡക്റ്റുമായിട്ട്, അതാണ് ടൈറ്റിൽ ഓഫ് ബൈലർ എന്നാണ്. ബൈലറുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടം ആർക്ക് വന്നാൽ, ബൈലിക്ക് വന്നാൽ, അത് ആര് സഫർ ചെയ്യണം, അല്ലെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കണം? ബൈലർ പരിഹരിച്ചു കൊടുക്കണം. ഓക്കെ, ആ എക്സാമ്പിൾ വെച്ച് ഇങ്ങനെ ഓർത്തു നോക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ പൂച്ചയെ ഏൽപ്പിച്ചു, അല്ലെ? ആ പൂച്ച അതിലൂടെ ഓടി നടന്ന് കുറച്ച് നഷ്ടം ഉണ്ടാക്കി. ആ നഷ്ടം എന്താണെങ്കിലും ഞാൻ അത് തീർത്തു കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ തേർഡ്, ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. അടുത്ത ഡ്യൂട്ടി. പൂച്ചനെ ഒരാഴ്ചത്തേക്കാണല്ലോ ഏൽപ്പിച്ചത്, അല്ലെ? അതുകൊണ്ട് തന്നെ എന്റെ ഡ്യൂട്ടിയാണ് എന്ത്? ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഗുഡ്സ് തിരിച്ചു ഞാൻ തന്നെ വാങ്ങിക്കണം, അല്ലെ? വർക്ക്ഷോപ്പിൽ ഞാൻ കാർ ശരിയാക്കാൻ കൊടുത്തതാണ്. ഓക്കെ, അത് ശരിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ഇനി അവിടെ കിടക്കട്ടെ കുറച്ചാലം എന്ന് പറയരുത്. ഞാൻ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് തിരിച്ചു വാങ്ങിക്കണം. അതും ബൈലറുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഒരു ബൈലർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ ഗുഡ്സ് എന്ത് ചെയ്യണം? നമ്മൾ തന്നെ തിരിച്ച് റിട്ടേൺ വാങ്ങിക്കണം. ആ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞാൽ കേട്ടോ. ആ ബെയിൽമെന്റിന്റെ എക്സ്പയറി പീരീഡ് ഓഫ് ബെയിൽമെന്റ്, ആ ബെയിൽമെന്റിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഗുഡ്സ് നമ്മൾ തന്നെ റിട്ടേൺ ചെയ്യണം, തിരിച്ചു വാങ്ങിക്കണം. Then to bear the risk, the bailer must bear the risk of loss of goods provided by the bailee has taken all responsible steps to protect the goods from loss. നമ്മൾ ആ ഒരു ഗുഡ്സ് ഏൽപ്പിച്ചു. ഇപ്പൊ ഞാനൊരു കാർ ഏൽപ്പിച്ചു. ഓക്കെ, ഇനി ആ കാറിന് എന്തെങ്കിലും പ്രശ്നം വന്നാല് അതും ആര് സഹിക്കണം? നമ്മൾ എന്ത് ചെയ്യും? അത് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നിട്ടും എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ എന്ത് ചെയ്യണം? അതും നമ്മൾ തന്നെ, നമ്മളെ ഡ്യൂട്ടി, അഥവാ ബൈലറുടെ ഡ്യൂട്ടി തന്നെയാണ്. ആ ഇഷ്യൂ അവന്റെ കാരണം കൊണ്ട് വന്നാൽ പ്രശ്നമല്ല കേട്ടോ. മീൻസ് ബൈലിയുടെ കാരണം കൊണ്ടാണ് പ്രശ്നം വന്നെങ്കിൽ അത് അവൻ സഫർ ചെയ്തോളൂ. നമ്മളെ കാരണം കൊണ്ട്, നമ്മളെ ഗുഡ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളെ കാരണം കൊണ്ട് ആ ഗുഡ്സിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് വന്നാൽ അത് ആര് സഹിക്കണം? നമ്മൾ തന്നെ സഹിക്കണം. ഓക്കെ, ഞാൻ കാറൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ കാറിന് ഒരുപാട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ പ്രശ്നം കൊണ്ട് തന്നെ ആ കാറ് വീണ്ടും കംപ്ലൈന്റ് ആയാൽ എന്ത് ചെയ്യണം? ആ റിസ്ക് ഞാൻ തന്നെ വഹിക്കണം. ഒന്നും കൂടെ പറയാണ്, ബൈലറുടെ ഡ്യൂട്ടീസ് ശരിക്കും ശ്രദ്ധിക്കുക. ഒന്ന്, ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ബൈലിനോട് പറഞ്ഞിരിക്കണം. രണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ വരികയാണെങ്കിൽ, എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് വരികയാണെങ്കിൽ അത് ബൈലർ തന്നെ വഹിക്കണം. മൂന്നാമത്തേത്, നമ്മൾ ആ ഒരു ഗുഡ്സ് ഏൽപ്പിക്കുന്നത് മൂലം ബൈലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ നഷ്ടം നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. നാലാമത്തേത്, ആ ഗുഡ്സ് അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മളത് റിട്ടേൺ ചെയ്യണം, തിരിച്ചു വാങ്ങിക്കണം. ദെൻ അഞ്ചാമത്തേത്, ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിസ്കുകൾ വരികയാണെങ്കിൽ ആ റിസ്ക് ആര് വഹിക്കണം? നമ്മൾ ബൈലർ വഹിക്കണം. ക്ലിയർ ആണോ? ബൈലറുടെ ഡ്യൂട്ടീസ് ഒക്കെ ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താനേ.
ഡ്യൂട്ടീസ് ഓഫ് എ ബൈലർ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, അതാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ്. ഹർഷ, സഹറ, വരട്ടെ. സുനിത, ഓക്കെ. ഋഷിക, ജിഷ, ഒക്കെ റെഡി. ഓക്കെ, അപ്പോ ബൈലറുടെ ഡ്യൂട്ടീസ് കഴിഞ്ഞു. ബൈലറുടെ ഡ്യൂട്ടീസ്, ഈ ഡ്യൂട്ടീസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം നമ്മൾ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് ബൈലി, അഥവാ ഞാൻ എന്റെ കാറ് ഏൽപ്പിച്ച ആ വർക്ക്ഷോപ്പ് അല്ലെ, വർക്ക്ഷോപ്പ് ABC വർക്ക്ഷോപ്പാന്ന് വെച്ചോളി. ആ വർക്ക്ഷോപ്പുകാരുടെ ഡ്യൂട്ടീസ് എന്താ, ബൈലിയുടെ ഡ്യൂട്ടീസ് എന്താ, ശ്രദ്ധിച്ചോളി, ഇമ്പോർട്ടന്റ് ആണ്. ടു ടേക്ക് റീസണബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് അല്ലെ. ഞാൻ കൊടുത്ത ഗുഡ്സ് മാക്സിമം അവർ ശ്രദ്ധിക്കണം. എന്താ, ഞാൻ കാറ് കൊടുത്തിട്ടുണ്ട്, അവര് ചുമ്മാ അവിടെ എവിടെയൊക്കെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അതിനെന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് അവരെന്നെ സഹിക്കേണ്ടി വരും. അപ്പൊ ഞാൻ കൊടുത്ത ഗുഡ്സ് ഞാൻ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അല്ലെ, അതിന് കൃത്യമായിട്ട് അതിന് വേണ്ട കെയറിങ് അവർ കൊടുക്കണം അല്ലെ. ഞാൻ പൂച്ചയാണ് ഏൽപ്പിച്ചത്, എന്റെ പൂച്ചയാണ് ഏൽപ്പിച്ചത്, അപ്പൊ അവരെന്ത് ചെയ്യണ്ട, അത് മൈൻഡ് ചെയ്യാതിരിക്കരുത്. ആ ഒരാഴ്ച അവര് അതിനെ നന്നായിട്ട് എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. റീസണബിൾ കെയർ എന്റെ ഗുഡ്സിന് കൊടുത്തിരിക്കണം. ഓക്കെ, ദെൻ രണ്ടാമത്, നോട്ട് ടു മിക്സ് ഗുഡ്സ് ബൈൽഡ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. ഞാൻ കൊടുത്ത ഗുഡ്സും അവരുടെ ഗുഡ്സുമായിട്ട് അത് മിക്സ് ചെയ്യരുത്. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ഒരു യാത്ര പോവാണ്, ഞാൻ കുറച്ച് എന്താ കൊടുക്കുക, എന്റെ അടുത്തുള്ള കുറച്ച് അരി അല്ലെ, കുറച്ച് അരി ഞാൻ എന്റെ അയൽവാസി ഏൽപ്പിച്ചു. ഒരു 2 ചാക്ക് അരി ഉണ്ടായിരുന്നു, ഒരു ബക്കറ്റിൽ നിറയെ അരി ഉണ്ടായിരുന്നു. ഞാൻ എന്റെ അയൽവാസി ഏൽപ്പിച്ചു. അവൻ എന്ത് ചെയ്തു, അവന്റെ അടുത്തുള്ള ഗുഡ്സുമായിട്ട് തന്നിട്ട് മിക്സ് ആക്കി. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോ എന്ത് ചെയ്തു, കുറച്ച് അരി എനിക്ക് തന്നെ തിരിച്ചു വന്നു. ആ പരിപാടി ചെയ്യരുത്. അപ്പോ ഓക്കെ, അപ്പൊ എന്ത് ചെയ്യരുത്, ബൈലി എന്ത് ചെയ്യരുത്, അവന്റെ ഗുഡ്സും അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ബൈലറുടെ ഗുഡ്സും അത് തമ്മിൽ മിക്സ് ചെയ്യരുത്. ഈ മിക്സ് ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്താ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താവും, ആരതാണ് ഗുഡ്സ് എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരും, അതിന്റെ യൂസേജിൽ എന്തുണ്ടാവും, മാറ്റം വരും അല്ലെ. ഞാൻ ഒരു ബക്കറ്റ് അരി കൊടുത്തിരുന്നു, തിരിച്ചു വന്നപ്പോ അത് 1/2 ബക്കറ്റ് ആയിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ആ പണി ചെയ്യരുത്. അതാ പറഞ്ഞത്, നമ്മൾ ബൈൽ ചെയ്യുന്ന ഗുഡ്സും സ്വന്തം ഗുഡ്സുമായിട്ട് മിക്സ് ചെയ്യരുത്. അടുത്തത്, നോട്ട് ടു മേക്ക് എനി, ശ്രദ്ധിക്കുക, അടുത്തത് നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ഗുഡ്സ് ബെയിൽഡ്. നമ്മൾ ബെയിൽ ചെയ്ത ഗുഡ്സിന് അൺഓതറൈസ്ഡ് യൂസ് ചെയ്യരുത്. അത് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂസ് ചെയ്യണം. ഒരിക്കലും അതിനെ അറിയാത്ത രൂപത്തിൽ ഉപയോഗിച്ച് അതെന്തെങ്കിലും നശിച്ചു കഴിഞ്ഞാൽ, അതിനെന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം, ആ ബെയിൽ തന്നെ അത് വഹിക്കേണ്ടി വരും. ഒരു ഉദാഹരണം, ഞാനൊരു മെഷീനറി ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനൊരു വാഷിംഗ് മെഷീൻ ആണ് അവനക്ക് തൽക്കാലത്തേക്ക് കൊടുത്തിട്ടുള്ളത്. ഒരാഴ്ചത്തേക്ക് വാഷിംഗ് മെഷീൻ കൊടുത്ത് അവൻ എന്ത് ചെയ്തു, അവനക്ക് അത് യൂസ് ചെയ്യാനൊന്നും അറിയില്ല. അവൻ തോന്നിയ പോലെ അത് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നോക്കിയില്ല, അങ്ങനെ അതെന്തെങ്കിലും കേടുവന്നു പോയാൽ അവൻ എന്ത് ചെയ്യണം, അത് അറിയണം. ഡെയിലി അത് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, അൺഓതറൈസ്ഡ് യൂസ് ചെയ്യരുത്, അഥവാ കൃത്യമായിട്ട് അതിനെ യൂസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത് ബൈലിയുടെ ഡ്യൂട്ടിയാണ്, അൺഓതറൈസ്ഡ് യൂസ് ചെയ്യരുത്. നോട്ട് ടു മേക്ക് എനി അൺഓതറൈസ്ഡ് യൂസ്, അങ്ങനെ അൺഓതറൈസ്ഡ് യൂസ് ചെയ്യരുത്. കൃത്യമായിട്ട് അവനോട് ചോദിച്ച് അതിനനുസരിച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ബൈലിയുടെ ഡ്യൂട്ടി ടു റിട്ടേൺ ദ ഗുഡ്സ് അല്ലെ. ഇത് നമ്മൾ അവിടെയും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ നമ്മുടെ എക്സ്പയറി ഡേറ്റ് പീരിയഡ്, എക്സ്പയർ ഓഫ് പീരിയഡ്, ബെയിൽമെന്റിന്റെ ഡേറ്റ് എപ്പോഴാണോ തീരുന്നത്, അപ്പൊ എന്ത് ചെയ്യണം, ആ ഗുഡ്സ് അവനിലേക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കണം. കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ കയ്യിലേക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാ അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഡേറ്റ് ആവുമ്പോഴേക്ക്, ആ എക്സ്പയറി ആവുമ്പോഴേക്ക് അവന് തിരിച്ചു കൊടുത്തിരിക്കണം. ദെൻ നോട്ട് ടു സെറ്റപ്പ് അഡ്വൈസ് ടൈറ്റിൽ, he must not set up his own title on a third party's title on goods bailing. അവന് കിട്ടിയ ആ ഗുഡ്സിനെ അവന്റെ കോലത്തിലേക്ക് അത് മാറ്റരുത്. നോക്കിയേ, അവനക്ക് തോന്നിയ പോലെ അതിന് മാറ്റരുത്, മറ്റൊരു ടൈറ്റിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യരുത്. ഓക്കെ, ഇപ്പോ ഞാൻ എന്റെ കാർ കൊടുത്തിട്ടുണ്ട്, അവൻ എന്ത് ചെയ്യണം, ഞാൻ എന്നോട് ചോദിക്കുകയും ചെയ്യാതെ അതിൽ കുറെ മോഡറേഷനും വർക്കും കാര്യങ്ങളൊക്കെ വരുത്തി വേറൊരു രൂപത്തിലേക്ക് അതിന് മാറ്റി, അതൊരിക്കലും ചെയ്യരുത്. അപ്പൊ എന്ത് പർപ്പസിനാണോ കൊടുത്തിട്ടുള്ളത് ആ പർപ്പസ് മാത്രം അവിടെ ചെയ്താൽ മതി, വേറെ അതിൽ എന്താണ് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഡ്യൂട്ടീസ് ഓഫ് ബൈല് പറയണം, ഒന്നുകൂടെ ഓർത്ത് നോക്കുക. ഫസ്റ്റ്, നമ്മൾ കൊടുത്ത അഥവാ ബെയിൽമെന്റിൽ കൊടുത്ത ആ പ്രൊഡക്റ്റ്, ആ ഗുഡ്സ് നന്നായിട്ട് കെയർ ചെയ്യണം, റീസണബിൾ കെയർ കൊടുത്തിരിക്കണം. രണ്ടാമത്തത്, ആ ഗുഡ്സും അവന്റെ ഗുഡ്സും തമ്മിൽ മിക്സ് ആക്കരുത്, അപ്പൊ കൃത്യമായിട്ട് അതിന് കൺട്രോൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് യൂസ് അല്ലാതെ അത് ചെയ്യരുത്, അഥവാ കൃത്യമായിട്ടുള്ള യൂസേജ് ആയിരിക്കണം ആ പ്രൊഡക്റ്റിൽ ചെയ്യേണ്ടത്.
ദെൻ എക്സ്പയറി ആയാൽ പീരിയഡ് എക്സ്പയറി ആയാൽ തീർച്ചയായിട്ടും ആ ഗുഡ്സ് എന്ത് ചെയ്യണം, അയാൾക്ക് തന്നെ അഥവാ ബൈലർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരിക്കണം. ദെൻ ആ ബൈലറുടെ ഉദ്ദേശം ഇല്ലാണ്ട് എന്ത് ചെയ്യരുത്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ടൈറ്റിൽ തന്നെ മാറുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡ്യൂട്ടീസ് ഓഫ് ബൈലറും ഡ്യൂട്ടീസ് ഓഫ് ബൈലി ആണ്. ശ്രദ്ധിക്കേ, ഡ്യൂട്ടീസ് ഓഫ് ബൈലർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബൈലി, ഈ രണ്ട് ഡ്യൂട്ടീസ് ഒക്കെ അല്ലേ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താണ്, എസ്സേക്ക് സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണ് കേട്ടോ. പ്രോബ്ലം അല്ല, ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? ഓക്കെ, റെഡി. ശ്രദ്ധിക്കട്ടോ, അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഡ്യൂട്ടീസ് പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു ഹെഡിങ് ആണ് റൈറ്റ്സ് ഓഫ് ബൈലറും റൈറ്റ്സ് ഓഫ് ബൈൽ, അവകാശങ്ങൾ. നേരത്തെ പറഞ്ഞ അവർ രണ്ടുപേരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ബൈലർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതുപോലെ ബൈലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് അവകാശങ്ങളാണ് കേട്ടോ. ഇവരുടെ എന്തെങ്കിലും ഈ കോൺട്രാക്റ്റിൽ ബ്രീച്ച് വന്നാൽ, ആ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും തകർച്ച വന്നാൽ അവർക്കുള്ള അവകാശങ്ങൾ പറയാണ്. ആദ്യമായിട്ട് ബൈലറുടെ അവകാശം. ഇപ്പൊ ഞാൻ എന്റെ കാറ് കൊടുത്തിട്ടുണ്ട് അല്ലെ, കാറ് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ബൈലർ. അപ്പൊ എന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യട്ടെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ബൈലർ ആയിട്ടുള്ള എന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് അതാ റൈറ്റ്സ് ഓഫ് ബൈലർ. ആദ്യമായിട്ട് റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ്. ആ ഗുഡ്സ് തിരിച്ചു കിട്ടാനുള്ള അവകാശം എനിക്കുണ്ട് അല്ലെ. ഞാൻ കാലാകാലത്തേക്കല്ല കൊടുത്തത്, ഒരാഴ്ചത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈന്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. സ്വാഭാവികമായിട്ടും അത് ശരിയായി കഴിഞ്ഞാൽ ആ ഗുഡ്സ് തിരിച്ച് കിട്ടാനുള്ള അവകാശമുണ്ട് അല്ലെ. ഞാനിപ്പോ എന്റെ പൂച്ചയെ ഏൽപ്പിച്ചു പോയി, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ആ പൂച്ച ചോദിക്കുമ്പോൾ അവര് പറയാണ് ഞാൻ തരൂല, ഇത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇഷ്ടമായി, ഇത് ഞങ്ങളോട് ഇണങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗുഡ്സ് നമുക്ക് തിരിച്ചു തരാതിരുന്നാൽ നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അപ്പോ നമ്മുടെ ഒന്നാമത്തെ അവകാശം എന്താണ്? ബൈലറുടെ ഒന്നാമത്തെ അവകാശം എന്താണ്? റൈറ്റ് ടു ഗെറ്റ് ബാക്ക് ദ ഗുഡ്സ്. ആ ഗുഡ്സ് തിരിച്ചു കിട്ടാനുള്ള അവകാശം നമുക്കുണ്ട്. രണ്ടാമത് റൈറ്റ് ടു ടെർമിനേറ്റ് ദ ബെയിൽമെന്റ്. ആ ബെയിൽമെന്റ് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് എക്സ്പയറി ഡേറ്റ് ആവണമെന്നില്ല. സപ്പോസ് ഒരാഴ്ചത്തേക്കാണ് ഞാൻ ഉദ്ദേശിച്ചു പോയത് അല്ലെ, ഒരാഴ്ചത്തേക്കാണ് പൂച്ചനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിച്ചത്. എല്ലാവരും വോയിസ് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും പറയാണ്, ഒരാഴ്ചത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൂച്ച ഏൽപ്പിച്ചത് അല്ലെ. പക്ഷെ എന്റെ ട്രിപ്പ് ക്യാൻസൽ ആയി, ഞാൻ ഒരു ചോദിച്ചു. ഞങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെയല്ല പോയിന്റ്സ് ഇങ്ങനെയല്ല കൊടുത്തിരുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ ടെക്സ്റ്റിൽ എഴുതിയ പോലെ എഴുതണമെന്നുണ്ടോ, അത് ഇങ്ങനെ എഴുതിയാലും മതിയോ? ഒരു നിർബന്ധമല്ല, നിങ്ങൾ ഞാൻ പറയുന്ന അതേപോലെ നോട്ട് ചെയ്താൽ മതി കേട്ടോ, അതുപോലെ പഠിച്ചാൽ മതി കേട്ടോ. ടെക്സ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ടാവും, ഒന്നും കൂടെ വൈഡ് ആക്കിയിട്ടുണ്ട്, ഒന്നും കൂടെ കൺഫ്യൂസിങ് ആണ്. ആ പോയിന്റുകളൊക്കെ ഞാൻ മാറ്റിയിട്ട് ഒന്നുകൂടെ ഷോർട്ട് ആക്കിയതാണ് കേട്ടോ, ഒന്നുകൂടെ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോ ഇത് ചോദ്യം ഇങ്ങനെ വരും, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ബൈലർ. ഈ സാധനങ്ങൾ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞിരുന്ന അതേ സാധനം അതേ നോട്ടുകൾ പറഞ്ഞാൽ മതി, ടെക്സ്റ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ പോയിന്റുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് മാത്രം ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ റൈറ്റ് ടു ടെർമിനേറ്റ് ബൈൽമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് പോയതാണ്, പക്ഷെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും? ആ ബൈൽമെന്റ് ക്യാൻസൽ ചെയ്യും അല്ലെ. അപ്പൊ ക്യാൻസൽ ചെയ്യാനുള്ള, ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ദെൻ മൂന്നാമത് റൈറ്റ് ടു ക്ലെയിം ഡാമേജസ് ഇൻ കേസ് ഓഫ് നെഗ്ലിജൻസ്. അത് ശ്രദ്ധിച്ചോളി. ഞാൻ എന്റെ പ്രൊഡക്റ്റ് കൊടുത്തു, എന്റെ കാറ് കൊടുത്തു, വർക്ക്ഷോപ്പിൽ കൊടുത്തു അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? അവരത് മെയിൻ ചെയ്തില്ല, അവരത് വെയിലും മഴയൊക്കെ കൊള്ളുന്ന ഭാഗത്തിട്ട്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് വന്നു, അങ്ങനെയാണെങ്കിൽ ആ ഡാമേജ് പരിഹരിക്കാൻ, ആ ഡാമേജ് തിരിച്ച് അതിന്റെ ക്യാഷ് തിരിച്ചു വാങ്ങാനുള്ള അവകാശം എനിക്കുണ്ട്. അവരുടെ പ്രശ്നം കൊണ്ട് കേട്ടോ, അവരുടെ പ്രശ്നം കൊണ്ട്, അത് ആരുടെ? നമ്മളെ ബൈലിയുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അത് തിരിച്ചു വാങ്ങാനുള്ള അവകാശം എനിക്കുണ്ട്. ഓക്കെ, അപ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. ക്ലെയിം ഡാമേജ് നമ്മളെ പ്രൊഡക്റ്റിനെ മര്യാദക്ക് നോക്കിയില്ല, നമ്മളെ ബുക്സിനെ കൃത്യമായിട്ട് നോക്കിയില്ല. ആ നോക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗുഡ്സിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു, അവരുടെ പ്രശ്നം കൊണ്ട് കേട്ടോ, ബൈലിയുടെ പ്രശ്നം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഡാമേജുകൾ ക്ലെയിം ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. ദെൻ നാലാമത്തത് റൈറ്റ് ടു ക്ലെയിം എനി ഇൻക്രീസ് ഇൻ വാല്യൂ ഓർ പ്രോഫിറ്റ്. ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആ പ്രൊഡക്റ്റിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാനൊരു പശുവിനെയാണ് ഏൽപ്പിച്ചത്, ഞാനൊരു മാസത്തേക്ക് യാത്ര പോവാണ്, എന്റെ പശുവിനെ ഏൽപ്പിച്ചു. പശു ഓൾറെഡി പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ വന്നപ്പോഴേക്ക് ആ പശു പ്രസവിച്ച് അതിനൊരു കുട്ടിയുണ്ട്. അപ്പോ ഞാൻ പറയണം, ആ പശുവിനെയും കുട്ടിയും ഇങ്ങ് തരൂ എന്ന് പറയുമ്പോൾ അവര് പറയണം അത് പറ്റൂല, ഈ പശുവിനെ മാത്രമേ തന്നിട്ടുള്ളൂ, കുട്ടി ഞങ്ങൾക്ക് വേണം. അത് പറയാൻ പറ്റൂല.
നമ്മളെ ഗുഡ്സ് ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻക്രീസ് വന്നാൽ അല്ലെ, പശുവിനെ കൊടുത്തതായിരുന്നു, തിരിച്ചു വന്നപ്പോൾ പശുവും കുട്ടിയും കൂടെ ആയി അല്ലെ, അതാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ആർക്ക്? ബൈലർക്ക് ഉണ്ട്. ഓക്കെ. ദെൻ അഞ്ചാമത്തേത് ലാസ്റ്റതുമായ റൈറ്റ് ടു എൻഫോഴ്സ്. എൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എൻഫോഴ്സ് ബൈ ലോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് അപ്പോൺ എ ബൈലി. ബൈലി ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്തെങ്കിലും അവൻ ചെയ്യാതിരുന്നാൽ, അവൻക്കെതിരെ എന്ത് ചെയ്യാം? കേസ് കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് അല്ലെ. ഫയലിംഗ് എ സ്യൂട്ട്. സ്യൂട്ട് എന്ന് പറഞ്ഞാൽ കേസ് ഫയൽ ചെയ്യാനുള്ള അവകാശം ഉണ്ട്. റെഡി. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, സുനിത ചോദിച്ചിട്ടുള്ളത്, ഇതിന്റെയൊക്കെ സെഷൻ എഴുതണമെന്ന്. ഞാൻ മനഃപൂർവ്വം സെഷൻസ് പറയാതിരിക്കുകയാണ് കേട്ടോ. സെഷൻ എഴുതണം ഒരു നിർബന്ധമില്ല, പക്ഷെ എഴുതാണെങ്കിൽ അത് കറക്റ്റ് ആവുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ആ സെഷന് നിങ്ങൾ സ്കിപ്പ് ചെയ്തല്ലേ. മെയിൻ ഹെഡിങ്ങിന്റെ ഒക്കെ സെഷൻ ഒന്ന് നോക്കി വെക്കാം. ഈ ഓരോ സബിന്റെ സെഷൻസ് എന്ത് ചെയ്യണ്ട, എഴുതാണെങ്കിൽ അത് കറക്റ്റ് ആവണം. അപ്പൊ ഒരുപാട് സെഷനൊക്കെ പഠിച്ചേക്കാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നത്, ആ സെഷനൊക്കെ ഇതിന്ന് നൈസിൽ ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ സെഷൻ എഴുതണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ എഴുതാണെങ്കിൽ അത് കറക്റ്റ് ആവണമെന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ബൈലറുടെ റൈറ്റ്സ്: ഒന്ന്, ആ ഗുഡ്സ് തിരിച്ചു കിട്ടാനുള്ള അവകാശമുണ്ട്. രണ്ട്, ആ ബൈൽമെന്റ് അവസാനിപ്പിക്കാനുള്ള, ടെർമിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. മൂന്നാമത്തത്, അവന്റെ ബൈലിയുടെ നെഗ്ലിജൻസ് കൊണ്ട്, അവന് മെയിൻ ചെയ്യാത്തത് കൊണ്ട് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അത് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മളെ പ്രൊഡക്റ്റുമായി എന്തെങ്കിലും ഇൻക്രീസ് വന്നാൽ, ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടായാൽ ആ പ്രോഫിറ്റിനെ ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ അഞ്ചാമത്തത്, റൈറ്റ് ടു എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് അപ്പോൺ ബൈലി അല്ലെ. നമ്മള് ആ ഒരു ബെയിൽമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് അവൻക്കെതിരെ അഥവാ ബൈലിക്കെതിരെ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ഇതൊക്കെ ആരുടെ അവകാശമാണ്? ബൈലറുടെ അവകാശമാണ്. ദെൻ അതേപോലെ തന്നെ മറ്റൊരു ടീമുണ്ട്, ബൈലിയുടെ അവകാശം കൂടെ കേട്ടോളി. ബൈലി പറഞ്ഞാൽ ആ വർക്ക്ഷോപ്പുകാരൻ അല്ലെ, അല്ലെങ്കിൽ ആ ടൈലർ അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി, അതാണ് ബൈലി എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിളിൽ. ബൈലിയുടെ അവകാശം നോക്കിയേ. ഒന്ന്, റൈറ്റ് ടു എൻഫോഴ്സ് ബൈലർ ഡ്യൂട്ടീസ്. ബൈലറുടെ ഡ്യൂട്ടീസ് അല്ലെ, ബൈലർ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബൈലർ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ്, ആ ഡ്യൂട്ടീസ് എന്തെങ്കിലും അവൻ ചെയ്യാതിരുന്നാൽ, ഒരു ഉദാഹരണം, അതിന്റെ എക്സ്ട്രാ എക്സ്പെൻസുകളൊക്കെ ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു അല്ലെ, ആ എക്സ്പെൻസുകളൊന്നും ആര് തന്നില്ല? ബൈലർ തന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻക്കെതിരെ കേസ് കൊടുക്കാം. അപ്പൊ ബൈലർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് എങ്ങാനും ബൈലർ ചെയ്തിട്ടില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൻഫോഴ്സ് ചെയ്യാം. എൻഫോഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, കേസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ബൈലർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആര് ചെയ്യണം? ബൈലർ ചെയ്യണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ്, റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഫോൾട്ടി ഗുഡ്സ് അല്ലെ. അവന് തന്ന ഗുഡ്സ് എന്തെങ്കിലും മോശപ്പെട്ട ഗുഡ്സ് ആയിരുന്നു, മീൻസ് എന്തെങ്കിലും പ്രശ്നമുള്ള ഗുഡ്സ് ആയിരുന്നു, അതുമൂലം നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ, അഥവാ ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ അതിന് കോമ്പൻസേഷൻ വാങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പോ ആ ഗുഡ്സ് എന്തെങ്കിലും ഫോൾട്ടി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള ഗുഡ്സ് ആണ്, ആ ഗുഡ്സ് നമ്മൾ ഇവിടെ വെച്ചതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് കോമ്പൻസേഷൻ തരാനുള്ള അവകാശം ഉണ്ട്. ആയിരുന്നു കോമ്പൻസേഷൻ വാങ്ങണം? ബൈലർ എടുത്ത് കോമ്പൻസേഷൻ അവകാശമുണ്ട്. ദെൻ മൂന്നാമത്, റൈറ്റ് ടു ക്ലെയിം റീഇംബേഴ്സ്മെന്റ് ഓഫ് എക്സ്പെൻസ് അല്ലെ. ആ ഗുഡ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പൂച്ചയുടെ കേസ് പറഞ്ഞു, ഒരാഴ്ച അവന് പൂച്ചയെ നോക്കിയിട്ടുണ്ട് അല്ലെ, അപ്പൊ അതിന് ഭക്ഷണം കൊടുക്കാനും പിന്നെ അതിന് അസുഖം വന്ന് അതിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനും അങ്ങനെ ഒരുപാട് ചെലവുകൾ വന്നിട്ടുണ്ട്. ആ ചെലവുകളൊക്കെ റീഇംബേഴ്സ് ചെയ്യാനുള്ള, ആരുടെ അടുത്തുനിന്ന് റീഇംബേഴ്സ് ചെയ്യാം? ബൈലറുടെ അടുത്തുനിന്ന് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. കാരണം അവനക്കൊരു ആവശ്യമില്ലല്ലോ ഈ പൂച്ചയെ നോക്കാന്നുള്ളത് അവന്റെ ഒരു എന്താ ലക്ഷ്യമൊന്നും അല്ല അല്ലെ, ഒരു ഹെൽപ്പായിട്ട് ചെയ്താണ്. ആ ഹെൽപ്പ് ഒരിക്കലും എന്താവരുത്, ഒരു ഭാരമാവരുത്. അപ്പൊ എന്തെങ്കിലും ചെലവ് വന്നാൽ ആ ചെലവൊക്കെ റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ റൈറ്റ് ടു റെമ്യൂണറേഷൻ കിട്ടാനുള്ള അവകാശമുണ്ട് അല്ലെ. ഇപ്പോ നേരത്തെ പറഞ്ഞു, നമ്മള് ഡ്രസ്സ് ടൈലറിങ് ചെയ്യാൻ വേണ്ടി കൊടുത്തു അല്ലെ, സ്വാഭാവികമായിട്ട് അയാൾ അതിന്റെ ഫീസ് പറയും. ആ ഫീസ് തരൂല എന്നൊന്നും പറയാൻ പറ്റൂല, ആ ഫീസ് അയാൾക്ക് കിട്ടാനുള്ള അവകാശമുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഞാൻ മെക്കാനിക്കിനെ ഏൽപ്പിച്ചു, എന്റെ കാർ ശരിയാക്കി, എന്നിട്ട് അവർ അതിന്റെ ഫീസ് പറഞ്ഞു. അപ്പൊ ആ ഫീസ് കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? റൈറ്റ് ടു റെമ്യൂണറേഷൻ നമ്മുടെ ബൈലിക്കുണ്ട്. ദെൻ റൈറ്റ് ടു റിക്കവർ ലോസ് ഇൻ കേസ് ഓഫ് ബൈലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ. ബൈലറുടെ ഗുഡ്സ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ അല്ലെ, ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞു, ആ പൂച്ചയെ ഏൽപ്പിച്ചതാണ്, പക്ഷെ ആ പൂച്ച അതിലൂടെ ആകെ വണ്ടി നടന്ന് അവർക്ക് കുറെ നഷ്ടം വന്നിട്ടുണ്ട് എങ്കിൽ ആ നഷ്ടവും പരിഹരിക്കാനുള്ള,
ആ നഷ്ടവും എന്ത് ചെയ്യാ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള അവകാശം ബെയിലിക്കുണ്ട്. അപ്പൊ ബെയിലറുടെ ഗുഡ്സ് മൂലം ബെയിലറുടെ ആ ഒരു ഗുഡ്സ് മൂലം ബെയിലിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാൽ അതും പരിഹരിക്കാനുള്ള അവകാശം ബെയിലിക്കുണ്ട്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ബെയിലിയുടെ അവകാശങ്ങൾ: ഒന്ന്, ബെയിലറുടെ ഡ്യൂട്ടീസ് എന്തെങ്കിലും അവൻ ചെയ്യാതിരുന്നാൽ അവനക്കെതിരെ എൻഫോഴ്സ് ചെയ്യാനുള്ള കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. രണ്ട്, എന്തെങ്കിലും ഫോൾട്ടി ഗുഡ്സ് ആണ്, അങ്ങനെയാണെങ്കിൽ അതിലെന്തെങ്കിലും നഷ്ടം വന്നാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ദെൻ ആ ഗുഡ്സ് നോക്കാൻ വേണ്ടിയിട്ട്, ആ ഗുഡ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചെലവിന് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അഥവാ ആ ചെലവിനെ ബെയിലറെ കയ്യിൽ നിന്നും തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. ദെൻ അടുത്തത് റെമ്യൂണറേഷൻ, അല്ലെ അദ്ദേഹം ചെയ്യുന്ന സർവീസുകൾക്ക് കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ വാങ്ങാനുള്ള അവകാശമുണ്ട്. ദെൻ റൈറ്റ് ടു റിക്കവർ ലോസ് ഇൻ കേസ് ഓഫ് ബെയിലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ, ബെയിലറുടെ പ്രശ്നം കൊണ്ട് എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ നഷ്ടത്തെ തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഇത്രയാണ് ബെയിലിയുടെ റൈറ്റ്സ്. അപ്പൊ ബെയിലറുടെ റൈറ്റ്സ് പറഞ്ഞു, ബെയിലിയുടെ റൈറ്റ്സും പറഞ്ഞു. റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ? ഒന്ന് കമന്റ് ചെയ്യും. റെഡി അല്ലേ? അപ്പൊ ഈ പറഞ്ഞ 4 ടോപ്പിക് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബെയിലറുടെ ഡ്യൂട്ടീസ്, ബെയിലിയുടെ ഡ്യൂട്ടീസ്, ബെയിലറുടെ റൈറ്റ്സ്, ബെയിലിയുടെ റൈറ്റ്സ്, ഈ 4 നന്നായിട്ട് നോക്കി വെച്ചോളി. മിക്കവാറും ഒരു ഫൈനൽ എസ്സേ, ഒരു 10 മാർക്കിന്റെ ചോദ്യം ഇതിന്ന് ഏതെങ്കിലും ചോദിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി, അല്ലെങ്കിൽ വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. ചിലപ്പോൾ ഒന്നിച്ചും ചോദിക്കും, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ ഇതിൽ ആഡ് ചെയ്ത് പറയാനുണ്ട്, റൈറ്റ്സ് ഓഫ് ലീന്. ഇതും ശ്രദ്ധിച്ചോളൂ കേട്ടോ. നമ്മൾ ബെയിലിയുടെ ഒരു റൈറ്റ് ആണ്, ബെയിലിയുടെ റൈറ്റ്സ് ആണല്ലോ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെയിലിക്കുള്ള മറ്റൊരു റൈറ്റ് ആണ് റൈറ്റ്സ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചെറിയൊരു സാധ്യത ഉണ്ട്, ചെറിയൊരു ചാൻസേ ഉള്ളൂ കേട്ടോ. അതായത് ഒന്ന് മനസ്സിലാക്കുക, ലീൻ എന്ന് പറഞ്ഞാലേ, ശ്രദ്ധിച്ചോളേ, ഇപ്പോ ബെയിലർ ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ, കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പൊ ഞാൻ എന്റെ ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഡ്രസ്സ് അടിച്ച് എന്നിട്ട് ഞാൻ വാങ്ങിക്കാൻ പോയി, ഞാൻ പൈസ കൊടുക്കണില്ല അവന്. ആർക്ക്? നമ്മളെ ബെയിലിക്ക് ബെയിലർ പൈസ കൊടുക്കണില്ല. അപ്പൊ അവൻക്ക് എന്ത് ചെയ്യാം, ആ ഡ്രസ്സ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. അവനക്ക് പറയാനുള്ള അവകാശമുണ്ട്. എന്ത്? ഈ എപ്പോഴാണോ പൈസ തരുന്നത് അന്നേ ഞാൻ അത് തിരിച്ചു തരുള്ളൂ. ആർക്ക് പറയാം? ബെയിലിക്ക് പറയാം. മനസ്സിലായോ? ബെയിലിക്ക് പറയാം. ഇപ്പൊ ഞാൻ എന്റെ കാറ് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെ, മെക്കാനിക്കിന് കൊടുത്തിട്ടുണ്ട്, വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യില്ല, അതിന്റെ ക്യാഷ് കൊടുക്കണില്ല. അപ്പൊ അവന് പറയാം, എന്നാണോ ക്യാഷ് തരുന്നത് അന്നേ എന്റെ കാറ് തിരിച്ചു തരുള്ളൂ, അതുവരെ ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അത് പറയാനുള്ള അവകാശം ആർക്കുണ്ട്? ബെയിലിക്കുണ്ട്. ആ അവകാശത്തെയാണ് റൈറ്റ് ഓഫ്, ചോദിച്ചോളൂ. റൈറ്റ് ഓഫ് ലൈൻ ഒന്നും കൂടെ പറഞ്ഞു, സൗണ്ട് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷുവർ, ഒന്നുകൂടെ പറയാം കേട്ടോ. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത് ഇത് ആർക്കുള്ള റൈറ്റ് ആണ് അറിയോ? നമ്മളെ ബെയിലിക്കുള്ള റൈറ്റ് ആണ്. ബെയിലിക്കുള്ള റൈറ്റ് ആണ് അല്ലെ? ബെയിലിക്കുള്ള റൈറ്റ് 5 ഓൾറെഡി നമ്മൾ പറഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്ത് പറയാനുള്ള ഒരു സ്പെഷ്യൽ റൈറ്റ് ആണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് ലീൻ എന്ന് ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് ശ്രദ്ധിക്കുക. വോയിസ് ക്ലിയർ അല്ലേ? ഇപ്പൊ വോയിസ് ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ. ഓക്കെ, റെഡി. അതായത് ബെയിലി അവന് കോമ്പൻസേഷൻ കിട്ടാൻ
ഹലോ, എനിക്ക് മാത്രമാണോ സൗണ്ട് ഇല്ലാത്ത? ഓക്കെ, ഓക്കെ, റെഡി. ഇപ്പൊ സ്ക്രീനും എന്റെ വോയിസും ക്ലിയർ അല്ലേ? ഒന്ന് പറഞ്ഞാണി, രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ, റെഡി, സെറ്റ് സെറ്റ്. അപ്പൊ നമ്മൾ ഇതാ ഈ ഒരു ഭാഗം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് റൈറ്റ്സ് ഓഫ് ലീൻ ഒന്നുകൂടെ പറയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. റൈറ്റ്സ് ഓഫ് ലീൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളിയേ. റൈറ്റ്സ് ഓഫ് ലീൻ എന്ന് പറയുന്നത് ബെയ്ലിയുടെ ഒരു അവകാശം തന്നെയാണ്. ബെയ്ലി നമുക്കറിയാം, ബെയ്ലിയുടെ അവകാശമാണ്. എന്തിനുള്ള അവകാശം? കാരണം ബെയ്ലി അവൻ ചെയ്ത സർവീസിന്റെ മേൽ അവൻക്ക് എന്ത് കിട്ടണം? റെമ്യൂണറേഷൻ കിട്ടണം, അല്ലെ? ഫീസോ എന്താ വെച്ചാൽ കിട്ടണം. അത് ബെയ്ലിയുടെ ഒരു അവകാശമാണ്. ആ ഫീസ് എങ്ങാനും നമ്മൾ കൊടുക്കാതിരുന്നാൽ, നോക്കിയേ, ബെയ്ലിക്ക് കൊടുക്കേണ്ട ഫീസ് നമ്മൾ കൊടുക്കാതിരുന്നാൽ ബെയ്ലിക്ക് എന്ത് ചെയ്യാം? ആ ഗുഡ്സ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. നോക്കാം, അത് ബെയ്ലിയുടെ ഒരു അവകാശമായിട്ട് പറയാം. കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കെല്ലാരും, ദ ബെയ്ലി ഹാസ് എ റൈറ്റ് ടു ക്ലെയിം ഹിസ് ലോഫുൾ ചാർജസ്. അവൻക്ക് അവന്റെ ലോഫുൾ ചാർജസ് കിട്ടാനുള്ള അധികാരമുണ്ട്, അല്ലെ? അവൻക്ക് കിട്ടാനുള്ള ലോഫുൾ ചാർജസ് കിട്ടാനുള്ള അധികാരമുണ്ട്. ആൻഡ് ഇഫ് ദേ ആർ നോട്ട് പെയ്ഡ്, അങ്ങനെ അവൻക്ക് കിട്ടേണ്ട പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ദ ബെയ്ലി ഈസ് ഗിവൺ ദ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ്. ആ ഗുഡ്സ് എന്ത് ചെയ്യാം? അവൻക്ക് പിടിച്ചു വെക്കാം. ആർക്ക്? ബെയ്ലിക്ക് ആ ഗുഡ്സ് പിടിച്ചു വെക്കാം. എന്നിട്ടോ until the charges due in respect of goods paid. എപ്പോഴാണ് അവൻക്ക് ആ പൈസ കൊടുക്കുന്നത് അതുവരെ അവൻക്ക് ആ ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള അധികാരമുണ്ട്. നോക്കി ഒന്നുകൂടെ ശ്രദ്ധിക്കുക. റീറ്റെയിൻ ദ ഗുഡ്സ്, ഇതാണ് ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് കേട്ടോ. ആ ഗുഡ്സ് പിടിച്ചു വെക്കാം. ആർക്ക് പിടിച്ചു വെക്കാം? നമ്മുടെ ബെയ്ലിക്ക് പിടിച്ചു വെക്കാം. എന്തിനു പിടിച്ചു വെക്കാം? അവൻക്ക് കിട്ടേണ്ട ചാർജ് ഉണ്ട്, അവൻക്ക് കിട്ടേണ്ട ഫീസ് ഉണ്ട്. ആ ഫീസ് കൊടുത്തില്ല, അപ്പൊ എന്ത് ചെയ്യാം? അത് കിട്ടണവരെ അവൻക്ക് ആ ഗുഡ്സ് പിടിച്ചു വെക്കാം. ഒരു ഉദാഹരണം, ഞാൻ എന്റെ കാർ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ, അല്ലെ? അതിന് 5000 രൂപ അവര് അതിന്റെ എക്സ്പെൻസ് പറഞ്ഞു, ചെലവ് പറഞ്ഞു. ഞാൻ ആ കൊടുത്തില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? എന്റെ കാർ അവിടെ പിടിച്ചു വെക്കാം. ഞാൻ കാറ് തരൂല എന്ന് പറയും, അല്ലെ? എപ്പോഴാണോ ഈ 5000 രൂപ തരുന്നു അന്നേ നിങ്ങൾക്ക് ഈ കാറ് തിരിച്ചു തരുള്ളൂ എന്ന് പറയും. അങ്ങനെ പിടിച്ചു വെക്കാനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മൾ ബെയ്ലിക്കുണ്ട്. ആ അധികാരത്തെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് രൂപത്തിൽ വരാറുണ്ട്. ഒന്ന് പർട്ടിക്കുലർ ലീൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ലീന്, രണ്ടാമത്തെ ജനറൽ ലീന്. ഈ സ്പെഷ്യൽ ലീനില് ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ കൊടുത്തത് ആ പ്രൊഡക്റ്റ് മാത്രം നമുക്ക് പിടിച്ചേക്കാം. നോക്കിയേ, എ പർട്ടിക്കുലർ ലീൻ അല്ലെങ്കിൽ എ സ്പെഷ്യൽ ലീൻ ഈസ് റൈറ്റ് ടു റീറ്റെയിൻ ഓൺലി ദോസ് ഗുഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് സം ചാർജസ് ആർ ഡ്യൂ. ഏതിന്റെ മേലാണോ ഞാൻ പൈസ കൊടുക്കാത്തത് ആ ആ ഗുഡ്സ് മാത്രം എനിക്ക് പിടിച്ചേക്കാം. എങ്ങനെ? ഞാൻ എന്റെ കാറല്ലേ അവിടെ കൊടുത്തത്, ശരിയാക്കാൻ കൊടുത്തത്. ആ കാറ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് 5000 രൂപ ആയിട്ടുള്ളത്, അല്ലെ? 5000 രൂപ കൊടുത്തില്ല, അപ്പൊ അവർക്ക് എന്റെ കാറ് പിടിച്ചു വെക്കാം. അപ്പുറത്ത് എന്റെ ബൈക്ക് ഉണ്ട്, എന്റെ വേറൊരു കാർ അവിടെ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ വേറെ പല പ്രോപ്പർട്ടി ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റൂല. ഏത് പ്രൊഡക്റ്റ് ആണോ, ഏത് പ്രൊഡക്റ്റിന്റെ മുകളിലാണോ ആ ചാർജ് ഉള്ളത് ആ പ്രൊഡക്റ്റ് മാത്രം അവർക്ക് പിടിച്ചേക്കാം. അതാണ് സ്പെഷ്യൽ ലീൻ എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് ഞാൻ എന്റെ ഒരു കുപ്പായ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഓക്കെ, അതിന്റെ പൈസ ഞാൻ കൊടുത്തില്ല, ടൈലർക്ക് കൊടുത്തില്ല. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം? ആ കുപ്പായം മാത്രം പിടിച്ചു വെക്കാം. ഞാൻ മുമ്പ് കൊടുത്ത വേറെ കുറെ സാധനങ്ങളുണ്ട്, അതൊന്നും പിടിച്ചേക്കാൻ പറ്റൂല. എന്തേ പിടിച്ചേക്കാൻ പറ്റുള്ളൂ? ഏതിന്റെ പൈസയാണോ ഞാൻ കൊടുക്കാത്തത് ആ ഗുഡ്സ് അയാൾക്ക് പിടിച്ചു വെക്കാം. അതാണ് പർട്ടിക്കുലർ ലീൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ലീൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ ജനറൽ ലീൻ അങ്ങനെയല്ല. എന്റെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അത് മുഴുവൻ എന്ത് ചെയ്യാം? അയാൾക്ക് പിടിച്ചു വെക്കാം. സപ്പോസ് ഇപ്പൊ ജനറൽ ലീൻ ആണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ കാറ് ശരിയാക്കാൻ കൊടുത്തു, ആ കാറിന്റെ പൈസയായിട്ടുള്ള ഒരു 5000 രൂപ ഞാൻ കൊടുത്തില്ല. അപ്പൊ അയാൾക്ക് പറയാം ആ കാർ അയാൾക്ക് പിടിച്ചേക്കാം. എന്റെ ഒരു ബൈക്ക് അവിടെ ഉണ്ട്, ആ ബൈക്ക് അയാൾക്ക് പിടിച്ചേക്കാം. എന്റെ ഒരു സൈക്കിൾ ഉണ്ട്, ആ സൈക്കിൾ പിടിച്ചേക്കാം. എന്റെ വേറൊരു കാർ ഉണ്ട്, ആ കാറ് പിടിച്ചേക്കാം. എന്റെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അത് മുഴുവൻ എന്ത് ചെയ്യാം? അയാൾക്ക് അവിടെ ഹോൾഡ് ചെയ്ത് നോക്കാം. അതാണ് ജനറൽ ലീൻ എന്ന് പറയുന്നത്. എന്റെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ,
അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചു വെക്കാം. എന്നിട്ട് പറയാം എപ്പോ ആ പൈസ തന്നാൽ മാത്രമേ തിരിച്ചു തരുള്ളൂ എന്ന് പറയാം. പക്ഷെ ഈ ജനറൽ ലീൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല കേട്ടോ. പർട്ടിക്കുലർ ലീൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ലീൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാം. പക്ഷെ ജനറൽ ലീന് ചെയ്യാൻ കുറച്ച് ആൾക്കാർക്ക് അധികാരമുള്ളൂ. ഒന്ന് ബാങ്കുകൾക്ക്, അല്ലെ? ഇപ്പൊ ബാങ്കിന് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കാണ്ട്, ചാർജ് കൊടുക്കാണ്ട്, അപ്പൊ ബാങ്കിന് എന്ത് ചെയ്യാം, എന്റെ എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ടോ അതൊക്കെ അയാൾക്ക് പിടിച്ചേക്കാൻ പറ്റും ആ പൈസ കിട്ടുന്നവരെ. അതുപോലെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏജന്റ് എന്നാണ് കേട്ടോ. ഏജന്റിന് അതുപോലെ വാർഫിംഗർ, പിന്നെ അറ്റോർണീസ് ഓഫ് എ ഹൈക്കോടതിയിലെ അറ്റോർണി ജനറൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ പോളിസി ബ്രോക്കർ, നമ്മളെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആളുകളുണ്ടല്ലോ, പോളിസി ബ്രോക്കർ. ഇവർക്കൊക്കെ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുക, ജനറൽ ലീന് ചെയ്യാൻ പറ്റുക. ജനറൽ ലീൻ പറഞ്ഞാൽ എന്റെ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, എന്തൊക്കെ പ്രോപ്പർട്ടി ഉണ്ട് അത് കംപ്ലീറ്റ് പിടിച്ചേക്കുക. അല്ല അധികാരം ഇവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെ നോർമൽ ആളുകൾക്ക് ഏത് ചെയ്യാൻ പറ്റുള്ളൂ, പർട്ടിക്കുലർ ലീൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ലീനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് റൈറ്റ്സ് ഓഫ് ലീനും അതിന്റെ ടൈപ്സും. റെഡി അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണെ ഓക്കെ അല്ലേ? ഓക്കെ സർ. യെസ് യെസ്. ദെൻ ലാസ്റ്റ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. അതായത് ഒരു സാധനം കളഞ്ഞു കിട്ടി, അത് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, ഒരു സാധനം കളഞ്ഞു കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പോ അതിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, ചോദ്യമൊന്നുമില്ല, നമുക്കറിയാം. ഒരു സാധനം കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, അതെടുത്ത് പോക്കറ്റിൽ ഇടരുത്, അല്ലെ? ഓക്കെ, സെഷൻ 71 ആണ് ഇത് പറയുന്നത്. ഓഫ് ദ ആക്ട് ക്ലിയർലി ലേസ് ഡോൺ ദാറ്റ് എ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ, മറ്റൊരാളുടെ ബിലോങ്ങിങ് ടു അനദർ, മറ്റൊരാളുടെ ഒരു ഗുഡ്സ് കളഞ്ഞു കിട്ടിയാൽ, ഒരാളുടെ പേഴ്സ് എനിക്ക് കിട്ടി, അല്ലെങ്കിൽ അയാളുടെ ഒരു ഗോൾഡ് ചെയിൻ എനിക്ക് കളഞ്ഞു കിട്ടി, ആൻഡ് ഇറ്റ് ടേക്സ് ദെൻ ഇൻ ടു ഹിസ് കസ്റ്റഡി, അയാൾ എന്ത് ചെയ്യണം, അത് അയാളുടെ കസ്റ്റഡിയിൽ എടുത്തു, അല്ലെ? ഒരു സാധനം കളഞ്ഞു കിട്ടി, അയാൾ എടുത്തു, ആ സാധനം എടുത്തു. അങ്ങനെയാണെങ്കിൽ അയാൾ വിളിക്കുന്ന പേരാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. കാണാതെ പോയ സാധനം കിട്ടിയ ആള് എന്നുള്ള ഒരു പേര് അയാൾക്കുണ്ട്. അപ്പൊ സെഷൻ 71 ഞാൻ പറയുന്നത്, ഒരു സാധനം കളഞ്ഞു പോയിട്ടുണ്ട്, അത് വേറൊരാൾക്ക് കിട്ടി, ആ കിട്ടിയ ആളെ വിളിക്കുന്ന പേരാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്നുള്ളത്. ജനറലി ദർ ഇസ് നോ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് എ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ്, ബട്ട് ഇഫ് ഹി പിക്ക്, ഒരു സാധനം കണ്ടാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അയാൾ അത് എടുത്താൽ, to take charge of the goods he become the baili. നമ്മൾ നേരത്തെ പറഞ്ഞ ബൈലി പോലെ ഒരു ബെയിലി ആയിട്ട് അയാൾ മാറും. ഓക്കെ, എനിക്കൊരു പേഴ്സ് കാണാതെ കിട്ടിയല്ല, കളഞ്ഞു കിട്ടി. ഓക്കെ, അപ്പൊ ഞാനായിട്ട് മാറും, ആരായിട്ട് മാറും, ബെയിലി ആയിട്ട് മാറും. ബെയിലിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ആ പേഴ്സിനെ കറക്റ്റ് നോക്കണം, അല്ലെ? ചെക്ക് ചെയ്യണം, അത് കറക്റ്റ് സൂക്ഷിക്കണം, അതിന്റെ സമയമായാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെ? എന്ന പോലെ ഒരു ബെയിലിയുടെ എന്തൊക്കെ ഡ്യൂട്ടി ഉണ്ടോ ആ ഡ്യൂട്ടിയാണ് ആർക്ക് കിട്ടുക? ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഒരു സാധനം കളഞ്ഞു കിട്ടിയ ആൾക്ക് ഉണ്ടാവുക. അപ്പോ നമ്മൾ ബെയിൽമെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ആ സാധനം കൃത്യമായിട്ട് സൂക്ഷിക്കണം. ആര്? ആ കിട്ടിയ ആള്, അയാളെ നമ്മൾ തൽക്കാലം ബൈലി എന്ന് വിളിക്കാം, അല്ലെ? ആ ബൈലി അത് സൂക്ഷിക്കണം. മാത്രമല്ല കൃത്യമായിട്ട് അതിന്റെ ഓണറെ കണ്ടെത്തി അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. ധാര ഡ്യൂട്ടിയാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ്. അയാളെ ഒരു ബൈലി എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് അതേ ആക്ടിങ് ആണ് അയാൾക്കും വരുന്നത്. അപ്പൊ അയാളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന്, റൈറ്റ്സ് ടു ലീൻ, നമ്മൾ നേരത്തെ പറഞ്ഞ റൈറ്റ്. അതായത് ആ സാധനം കിട്ടിയല്ലോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെലവുണ്ടെങ്കിൽ അയാൾക്കത് ചോദിക്കാം. ഇപ്പൊ സപ്പോസ് ഒരാൾക്കൊരു പശുവിനെയാണ് കളഞ്ഞു കിട്ടിയെന്ന് വെച്ചോളി. ഒരു പശുവിനെ കളഞ്ഞു കിട്ടി, സ്വാഭാവികമായിട്ട് അയാൾ എന്ത് ചെയ്തു? വൈക്കുന്ന കിട്ടിയതാണ്, അയാൾ എടുത്ത് ആ പശുവിനെ നോക്കി വലുതാക്കി അവസാനം അതിന്റെ ഓണറെ കണ്ടെത്തി അതിന് തിരിച്ചു കൊടുത്തു, അല്ലെ? അപ്പൊ അതിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെലവ് അയാൾക്ക് വന്നിട്ടുണ്ട്, ആ ചെലവ് ആരടുത്ത് തന്നെ വാങ്ങാം? ആ ബൈലറുടെ, അല്ലെ? ബൈലർ എന്നല്ല, ആ സാധനം കളഞ്ഞു പോയ ആളെടുത്ത് നിന്ന് അയാൾക്ക് വാങ്ങാൻ പറ്റും, അതിനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ്. ഇനി ചെലവൊന്നും വന്നിട്ടില്ല, എന്നാലും അയാൾക്ക് എന്തുണ്ട്? ആ സാധനം അയാൾക്ക് തിരിച്ചു കൊടുത്തല്ലോ, അതിന്റെ മേലിൽ ഒരു റിവാർഡ് വാങ്ങാനുള്ള, ഒരു റിട്ടേൺ വാങ്ങാനുള്ള അവകാശം അയാൾക്കുണ്ട്. അപ്പൊ എനിക്കൊരു പേഴ്സ് കളഞ്ഞിട്ട്, അല്ലെ? അതിൽ കുറച്ച് പൈസയും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്, ഞാൻ ആ ഓണറെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് തെരഞ്ഞ് കുറെ ബസ്സൊക്കെ കയറി കുറെ വണ്ടിയായിട്ടൊക്കെ എണ്ണ അടിച്ചു പോയി, ഞാൻ അവസാനം ഓണറെ കിട്ടി, ആ സാധനം തിരിച്ചു കൊടുത്തു. അപ്പൊ എനിക്കും കുറെ ചെലവ് വന്നിട്ടുണ്ടല്ലോ, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ആ ചെലവ് അയാളെ തിരിച്ചു വാങ്ങാനുള്ള അവകാശം എനിക്കുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു സെൽ, അതൊന്ന് ശ്രദ്ധിച്ചോളി. കളഞ്ഞു കിട്ടിയ സാധനം എനിക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. എപ്പോഴാ അറിയോ? എനിക്ക് വിൽക്കാള്, ആർക്ക്? എനിക്കാണ് ആ കളഞ്ഞു കിട്ടിയത്, അല്ലെ? എനിക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. എപ്പോ? അതാ പറയുന്നത്. ഒന്ന്, ഓണർ എന്ത് ചെയ്തില്ല, കനോട്ട് വിത്ത് റീസണബിൾ ഡെലിഗൻസ് ടു ബി ഫൗണ്ട്,
അതിന്റെ യഥാർത്ഥ ഓണർ എന്ത് ചെയ്തില്ല, എന്നോട് കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ അയാള് കൃത്യമായിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ എനിക്ക് തിരിച്ചു തന്നില്ല, അങ്ങനെയാണെങ്കിൽ ആ സാധനം എനിക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ ദ ഓണർ റിഫ്യൂസ് ടു പേ ലോഫുൾ ചാർജസ്, നിയമപ്രകാരമുള്ള ഒരു ചാർജും ആരും എനിക്ക് തന്നില്ല, ആ കളഞ്ഞു പോയ ആളുണ്ടല്ലോ അതിന്റെ ഓണർ, യഥാർത്ഥ ഓണർ, അയാൾ എനിക്ക് തന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് ആ ഗുഡ്സ് എടുത്ത് വിൽക്കാം അല്ലെ, കാരണം എനിക്ക് കുറെ ചെലവ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ആ ഗുഡ്സ് എടുത്ത് വിറ്റിട്ട് എന്ത് ചെയ്യാം, എന്റെ ചെലവ് മീറ്റ് ചെയ്യാം. ഇഫ് ദ ഗുഡ്സ് ആർ ഓഫ് എ പെരിഷബിൾ നേച്ചർ, പെട്ടെന്ന് കേട് വന്നു പോകുന്ന ഗുഡ്സ് ആണ്, കേട് വന്നു പോകുന്ന ഗുഡ്സ് ആണ്. അപ്പൊ ഞാൻ അത് കുറെ കാലം സൂക്ഷിച്ച് വെച്ചാൽ എന്തുണ്ടാവും, ആ സാധനം നഷ്ടപ്പെട്ടു പോകുമല്ലോ അല്ലെ. സപ്പോസ് കുറച്ച് വെജിറ്റബിൾ ആന്ന് വെച്ചോളി, ഞാൻ കുറെ അന്വേഷിച്ചു, എനിക്ക് ഓണറെ കിട്ടിയില്ല, ഞാൻ ഒരു കൊല്ലം ആ വെജിറ്റബിൾ എടുത്ത് ചെന്തേക്കാര അവസ്ഥ, അത് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോകും അല്ലെ, നശിച്ചു പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ, തൽക്കാലം എന്ത് ചെയ്യാ, ആ ഗുഡ്സ് എടുത്ത് വിൽക്കുക. പിന്നീട് ഒരു കാലത്ത് അതിന്റെ ഓണറെ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അതിന്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ, അഥവാ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഗുഡ്സ് ആണെങ്കിൽ എനിക്ക് അടുത്ത് വിൽക്കാനുള്ള അവകാശമുണ്ട്. പിൽക്കാലത്ത് ഓണർ കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ, അത് വേറെ. ഇഫ് ദ ലോഫുൾ ചാർജസ് ഓഫ് എ ഫൈൻഡർ ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഫൗണ്ടഡ് എക്സിഡ് 2/3 ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ്, അപ്പോ ആ ചാർജ്, ഞാൻ ആ ഗുഡ്സ് സംരക്ഷിക്കാനുള്ള ചാർജ് ഉണ്ടല്ലോ, അതിന്റെ എമൗണ്ട് ഫീസ് ഉണ്ടല്ലോ, ആ ഫീസ് ടോട്ടൽ ഗുഡ്സിന്റെ 1/3 കുറവാണെങ്കിൽ, 3/1 കുറവാണെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ആ ഗുഡ്സ് വിൽക്കാം. വിറ്റിട്ട് എന്ത് ചെയ്യാം, ആ പൈസ എനിക്ക് എടുക്കുകയും ചെയ്യാം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു ഗുഡ്സ് കളഞ്ഞു കിട്ടിയ ആള് ആരെ പോലെയാണ്, ഒരു ബെയിലിയെ പോലെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ അയാളുടെ അവകാശങ്ങൾ എത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല, എന്നാലും ജസ്റ്റ് നോക്കി വെക്കുക. ഒന്ന്, റൈറ്റ് ടു ലീവ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വാങ്ങാനുള്ള അവകാശമുണ്ട്. പിന്നെ ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിവാർഡ് അല്ലെ, നമുക്ക് നിയമപ്രകാരം പറയുന്ന എന്തെങ്കിലും റിവാർഡ് തിരിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. ഇനി ചില കേസുകളിൽ ആ ഗുഡ്സ് വിൽക്കാൻ തന്നെ അവകാശം ആർക്കുണ്ട്, നമ്മുടെ ബെയിലിക്കുണ്ട്. ബെയിലി മീൻസ് ആ സാധനം കിട്ടിയ ആളുണ്ട്. ഓക്കെ. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ അഥവാ ബെയിൽമെന്റ് എന്നുള്ള ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് പ്ലെഡ്ജ് എന്നുള്ളതാണ്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.